ഇന്ത്യയിൽ ഈ വർഷം ഏറ്റവുമധികം വേതന വർധനയുണ്ടാകാൻ പോകുന്നത് 3 മേഖലകളിലാണ്. ഓട്ടോമൊബൈൽ, നിർമ്മാണം, ലൈഫ് സയൻസസ് രംഗങ്ങളാണ് അത്. HR കൺസൾട്ടിംഗ് സ്ഥാപനമായ മേഴ്സറിന്റെ റിപ്പോർട്ടിലാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. HR കൺസൾട്ടിംഗ് സ്ഥാപനമായ മേഴ്സർ നടത്തിയ പഠനപ്രകാരം ഈ വർഷം ഇന്ത്യയിൽ ഏറ്റവുമധികം വേതന വർധന ലഭിക്കാൻ പോകുന്നത് ഓട്ടോമൊബൈൽ രംഗത്തും മാനുഫാക്ചറിംഗ് രംഗത്തും ലൈഫ് സയൻസസ് രംഗത്തും പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കാണ്. ഈ മേഖലകളെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഓട്ടോമേഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ അവർ വളർച്ചയുടെ പുതിയ ഘട്ടത്തിലെത്തിയിരിക്കുന്നുവെന്നും കൂടുതൽ കാര്യശേഷിയുള്ള ജീവനക്കാരെ അവർക്ക് ആവശ്യമായി വരുമെന്നുമാണ് മേഴ്സർ പറയുന്നത്. 1474 കമ്പനികളിലെ 6000-ലധികം തൊഴിൽ റോളുകൾ പരിശോധിച്ചാണ് മേഴ്സർ ടോട്ടൽ റെമ്യൂണറേഷൻ സർവേയിലെ കണ്ടെത്തലുകൾ. വിവിധ മേഖലകളിൽ 2023 ശമ്പള വർധന ശരാശരി 9.5% 2024 അത് 10% ഉയരുമെന്നാണ് മേഴ്സറിന്റെ കണ്ടെത്തൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഡാറ്റാ സയൻസിലും വൈദഗ്ധ്യമുള്ള ജീവനക്കാരാകും സമീപഭാവിയിൽ ഇന്ത്യയിലെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളവരെന്നും സർവേ പ്രവചിക്കുന്നു. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോകുന്ന ജീവനക്കാരുടെ നിരക്കിലും വർധനമുണ്ടായിട്ടുണ്ട്. 2021 12.1% കൊഴിഞ്ഞുപോക്കെങ്കിൽ 2022 അത് 13.5% വർദ്ധിച്ചു. റിസർച്ച് ഡെസ്ക് 24.